പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരസ്യ ഭീഷണിയും അധിക്ഷേപ വർഷവുമായി അർജുൻ നായങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കോതമംഗലം റിസോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത CI പ്രശാന്തിനെതിരെയാണ് ഭീഷണി. ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കയറ്റിയെന്നും പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ല എന്നുമാണ് ഭീഷണി. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഞ്ജിത്ത്, എന്താണ് പോസ്റ്റിന്റെ ഉള്ളടക്കം? എന്താണ് രഞ്ജിത്ത്? VS രഞ്ജിത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരസ്യ ഭീഷണിയും അധിക്ഷേപ വർഷവുമായി അർജുൻ നായങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കോതമംഗലം റിസോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത CI പ്രശാന്തിനെതിരെയാണ് ഭീഷണി മുഴക്കിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. കള്ളക്കേസിൽ കുടുക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് അർജുൻ നായങ്കി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിവരങ്ങൾ രഞ്ജിത്ത്. രഞ്ജിത്ത്, ഒരു യുദ്ധ പ്രഖ്യാപനം എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. കോതമംഗലം CI പ്രശാന്തിനോട് പരസ്യമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു. തന്നെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടി എന്നുള്ളതാണ്. ഒരു കല്യാണ പരിപാടിക്ക് പോയ ആ പരിപാടിയിൽ ഒത്തുചേർന്നതിനാണ് ഗുണ്ടാ സംഘങ്ങൾ ഒത്തുചേർന്നു എന്ന പേരിൽ കള്ളക്കേസെടുത്ത് ജയിലിൽ ഇട്ടതെന്നും ഇതിന് പ്രതികാരം ചെയ്യുമെന്നും പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ല എന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അർജുൻ നായങ്കി കുറിച്ചിട്ടുള്ളത്. വളരെ മോശമായ ഭാഷയിലാണ് പോലീസ് ഉദ്യോഗസ്ഥനെ പരാമർശിച്ചിട്ടുള്ളത്. അധിക്ഷേപ വർഷമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉടനീളം ഈ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കോതമംഗലം CI ആയിട്ടുള്ള പ്രശാന്തിനെതിരെ അർജുൻ നായങ്കി നടത്തിയിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു റിസോർട്ടിൽ അർജുൻ നായങ്കിയും സുഹൃത്തുക്കളും ചേർന്ന് കൂട്ടം കൂടുകയും അവിടെ ഒരു പരിപാടി ആഘോഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ പേരിൽ അർജുൻ നായങ്കിയെയും സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതൊരു ഗൂഢാലോചന എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കള്ളക്കേസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. ഏതായാലും ഒരു പരസ്യ ഭീഷണി, ജീവിക്കാൻ അനുവദിക്കില്ല, പെൻഷൻ വാങ്ങി സമാധാനത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കില്ല, ഏതറ്റം വരെ പോകേണ്ടി വന്നാലും, കള്ളക്കേസുകൾ വന്നാലും, ജയിലിൽ കിടക്കേണ്ടി വന്നാലും പ്രതികാരം ചെയ്യും എന്ന് തന്നെയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അർജുൻ നായങ്കി ഭീഷണിപ്പെടുത്തുന്നത്. രഞ്ജിത്ത്, അന്ന് ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന ഘട്ടത്തിലും പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അർജുൻ നായങ്കി രംഗത്തെത്തിയിരുന്നതാണ്. പക്ഷേ പോലീസ് പറയുന്നതാവട്ടെ ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ ഗൂഢാലോചനയ്ക്ക് എത്തിയതാണ് എന്നാണല്ലോ VS രഞ്ജിത്ത്. അതെ, അന്ന് പോലീസിന്റെ ഭാഷ്യം അതായിരുന്നു. ഒരു ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യാൻ, ഒരു ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് വേണ്ടി ഒത്തുകൂടി എന്ന രീതിയിലാണ് അർജുൻ നായങ്കിയെ അന്ന് പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും കൂട്ടുകാരെയും ഒക്കെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ അർജുൻ നായങ്കി അതിന് വിശദീകരണമായി പറയുന്നത് കോതമംഗലത്ത് ഒരു സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും എത്തിയത്. ആ സുഹൃത്ത് കൂട്ടുകാർക്ക് വേണ്ടി താമസിക്കാൻ ഒരുക്കിയതായിരുന്നു ആ റിസോർട്ട്. ആ റിസോർട്ടിൽ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിലാണ് പോലീസ് തന്നെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതൊരു പ്രതികാര നടപടിയാണ്. അങ്ങനെ പ്രതികാര നടപടി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പെൻഷൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ സമാധാനമായി പോലീസിൽ നിന്ന് വിരമിച്ചാൽ പ്രതികാരം ഉണ്ടാകും എന്ന അർത്ഥത്തിലാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ്. ശരി, VS രഞ്ജിത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരസ്യ ഭീഷണിയും അധിക്ഷേപ വർഷവുമായാണ് അർജുൻ നായങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്.